പെരുകുന്ന കുറ്റകൃത്യങ്ങളുടെ വാർത്തകൾ എല്ലാ ദിവസവും വായിച്ച് തളരുന്ന കാലമാണ് മാധ്യമപ്രവർത്തക എന്ന രീതിയിൽ ഇപ്പോൾ. അതിൽ മിക്കതിലും കാരണം ലഹരിയാണെന്നും പ്രതികളാകുന്നതും ഇരകളാകുന്നതും പുതിയ തലമുറയിലെ കുട്ടികളാണെന്ന് കൂടി പറയേണ്ടി വരുമ്പോൾ രക്ഷാകർത്താവെന്ന നിലയിൽ സമാധാനം പോലും കെട്ടുപോകുന്ന സമയമാണ്. ആരെയാണ് തിരുത്തുക? ആരെയാണ് നന്നാക്കുക? ഈ പുതിയ തലമുറയാണോ അതോ അവർക്ക് മാതൃകയാകേണ്ട നമ്മളെ തന്നെയാണോ? 4ാമത്തെ പെഗ്ഗിൽ ഐസ് ക്യൂബ് വീഴുമ്പോൾ ഞാൻ എവിടെ എത്തുമെന്ന് പറയുന്ന നായകനെ വേണ്ട എന്ന് പറയാൻ ഒരിക്കലും നമുക്ക് കഴിഞ്ഞിട്ടില്ല. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും എഴുന്നേറ്റ് വരാൻ ലഹരി ഒപ്പം വേണമെന്നും വിഷമത്തിലും സന്തോഷത്തിലുമെല്ലാം ലഹരി കൂടെ ഉണ്ടാകണം എന്ന് പറഞ്ഞ തലമുറയാണ് നമ്മുടേത്. ലഹരിക്ക് കുടുംബ സദസ്സുകളിൽ ഉണ്ടായിരുന്ന ടാബു പോലും തുടച്ചു കളഞ്ഞ തലമുറയാണ് നമ്മുടേത്. അച്ഛനും അമ്മയും കുട്ടികളുടെ മുന്നിലിരുന്ന് മദ്യപിക്കുന്ന കാലത്ത് ഇതിലും വലിയ ലഹരിയിലേക്ക് കടക്കരുതെന്ന് കുട്ടികളോട് ആ രക്ഷിതാക്കൾക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക? നോക്കൂ, കൈവിട്ടു പോകുന്നത് നമുക്കാണ്. അതിന്റെ വലിയ വിപത്ത് അനുഭവിക്കുന്നത് പുതിയ തലമുറയും. ലഹരിക്ക് അടിമയാകാതിരിക്കൂ, സ്വതന്ത്രരാകും. ലീവ് ഫ്രീ, ലിവ് ഡ്രഗ് ഫ്രീ. എന്തു പറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കൂടിയാണ്. നേർവഴിക്ക് നടത്താൻ, തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോഴത്തെ അക്രമ സംഭവങ്ങളിൽ 99% ലഹരിയുടെ, പ്രത്യേകിച്ച് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്ന ഡ്രഗ്സിന്റെ ഉപയോഗമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് നിസ്സാരമല്ല. കണ്ടില്ലെന്ന് നടിക്കാൻ ആർക്കുമാവില്ല. ജീവിതം ഒട്ടേറെ ബാക്കിയുണ്ടെന്ന് യുവതലമുറ മനസ്സിലാക്കണം. സ്നേഹിക്കാൻ, സർഗാത്മകത, ലഹരിയുടെ സഹായമില്ലാതെ വളർത്താൻ അവർക്ക് കഴിയണം. നിയമത്തിന്റെ ശക്തി അവരെ ബോധ്യപ്പെടുത്തണം. ഞാൻ മെത്തഫിറ്റമിനും കഞ്ചാവും ഉപയോഗിക്കും. സിനിമാ ലൊക്കേഷനിലും ലഹരി ഉപയോഗമുണ്ട്. മലയാള സിനിമയിലെ ഒരു പ്രമുഖ നടന്റെ തുറന്നു പറച്ചിലിനെ അങ്ങനെ നിസ്സാരമായി കാണാൻ കഴിയുമോ? ഷൈൻ ടോം ചാക്കോ ലഹരി ശൃംഖലയിലെ അവസാനത്തെ കണ്ണി മാത്രമാകാം. ലഹരി എത്തിക്കുന്നവരെയും വിൽപ്പന നടത്തുന്നവരെയും ഉപയോഗിക്കുന്നവരെയും പോലീസിന് പിടികൂടാൻ കഴിയുമായിരിക്കും. ലഹരി കേസുകളിൽ ഇവ ഉപയോഗിക്കുന്നവരിലും വിൽപ്പന നടത്തുന്നവരിലും അന്വേഷണം അവസാനിപ്പിക്കുന്നതാണ് പൊതുവെയുള്ള രീതി. എന്നാൽ ലഹരിയുടെ ഉൽപാദന കേന്ദ്രങ്ങളിലേക്ക് പോലീസിനോ എക്സൈസിനോ എത്തിപ്പെടാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ കുട്ടികളെ ഈ മഹാവിപത്തിൽ നിന്ന് രക്ഷിക്കാൻ ഇനി ആരാണ് ഇടപെടേണ്ടത്? ഷൈൻ ടോം ചാക്കോ പ്രതിയായ ലഹരി കേസിൽ ഉൾപ്പെടെ പോലീസ് ഇനി എന്ത് നടപടിയായിരിക്കും സ്വീകരിക്കുക? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. നടൻ ഷൈൻ ടോം ചാക്കോയും ലഹരി മാഫിയയും തമ്മിൽ എന്താണ് ബന്ധം? പോലീസിനെ കണ്ടപ്പോൾ ഷൈൻ എന്തിനാണ് ഓടിയത്? അയാൾ സ്ഥിരമായി ലഹരി ഉപയോഗിക്കാറുണ്ടോ? ലഹരി കേസിൽ നടനെ പൂട്ടാൻ എല്ലാ സാധ്യതയും തേടുകയാണ് പോലീസ്. നടന്റെ മൊഴി പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. കേസിൽ വിശദമായ അന്വേഷണം ആവശ്യമാണെന്നും കൂടുതൽ പേർ കുടുങ്ങുമെന്നും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഷൈനെതിരെ നിയമപരമായി പരാതി നൽകില്ലെന്നും അന്വേഷണവുമായി സഹകരിക്കുമെന്നും വിൻസി അലോഷ്യസ് വ്യക്തമാക്കി. ലഹരി കേസിൽ അറസ്റ്റിലായ നടൻ ഷൈൻ ടോം ചാക്കോയുടെ മൊഴി അന്വേഷണ സംഘം പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല. എന്തുകൊണ്ടാണ് ഡാൻസ് ഓഫ് സംഘത്തെ കണ്ട് ഓടിയതെന്നതിൽ ഷൈൻ വിശദീകരണം നൽകിയിട്ടുണ്ടെന്നും അതിന്റെ വാസ്തവം സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നുണ്ടെന്നും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ വ്യക്തമാക്കി. ഷൈൻ ഗുണ്ടകളെ കണ്ടാണ് ഓടിയതെങ്കിൽ പോലീസിനെ അറിയിക്കാമായിരുന്നു. അവിടെ നിന്ന് ഓടിയപ്പോൾ പിന്നീട് പോലീസിന്റെ സഹായം തേടുകയോ ചെയ്യാമായിരുന്നു. അതുണ്ടായില്ല. ഷൈനുമായി ബന്ധപ്പെട്ട ലഹരി ഇടപാടുകളിൽ വ്യക്തമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്നും അന്വേഷണം പുരോഗമിക്കുകയാണെന്നും സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കി. അല്ല, ഉപയോഗിക്കുന്നുണ്ട് എന്നത് ഉണ്ട്. പക്ഷേ നമുക്ക് അതിനകത്ത് ഇനി എന്താ
എന്തോ ഉപയോഗിക്കുന്നുണ്ട്, എങ്ങനെയാണ് എന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാൻ ആവശ്യമുണ്ട്. ആ ഭാഗങ്ങൾ നമ്മൾ ഇനി അന്വേഷിക്കേണ്ടതുണ്ട്. നമുക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആളാണോ അല്ല എന്ന് ഒഫീഷ്യലായിട്ട് നമുക്ക് പറയാനുള്ള ആയിട്ടില്ല. ലഹരി ഉപയോഗിക്കുന്നതിന്റെ വ്യാപ്തി സംബന്ധിച്ച് അന്വേഷണം തുടരുകയാണെന്ന് കമ്മീഷണർ പറഞ്ഞു. സ്ഥിരമായി ഉപയോഗിക്കുന്ന ആളാണോ ഷൈൻ എന്ന് ഔദ്യോഗികമായി ഇപ്പോൾ പറയാൻ പറ്റില്ല. ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേർ നിരീക്ഷണത്തിലുണ്ട്. അന്വേഷണവുമായി ഷൈൻ സഹകരിക്കുന്നുണ്ടെന്നും ആവശ്യമെങ്കിൽ വീണ്ടും വിളിപ്പിക്കുമെന്നും കമ്മീഷണർ വ്യക്തമാക്കി. ഇപ്പൊ വിളിപ്പിച്ചിട്ടില്ല. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വിളിക്കും. അങ്ങനെയാണ് പുള്ളിക്ക് നോട്ടീസ് കൊടുത്തിട്ട് അയച്ചത്. അദ്ദേഹം കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ഇൻവെസ്റ്റിഗേഷനുമായിട്ട്. സോ അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മൾ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അതൊക്കെ വിശദമായ കാര്യങ്ങൾ എടുക്കാൻ വേണ്ടി അദ്ദേഹത്തിന് വിളിപ്പിക്കാം ആവശ്യമുണ്ടെങ്കിൽ. ലഹരി ഉപയോഗം കണ്ടെത്താനായി ഷൈനിൽ നിന്ന് മുടി, നഖം, മൂത്ര സാമ്പിളുകൾ എന്നിവ ശേഖരിച്ചിരുന്നു. ഇതിന്റെ ഫോറൻസിക് പരിശോധനാ ഫലം വരാൻ ആഴ്ചകളോ ചിലപ്പോൾ ഒരു മാസം വരെയോ സമയമെടുത്തേക്കും. ഈ പരിശോധനാ ഫലത്തിന്റെ കൂടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഷൈനിനെ ഇനി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാൻ സാധ്യതയുള്ളൂ. ലഹരി ഉപയോഗം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ കേസ് റദ്ദാക്കാനായി ഷൈൻ കോടതിയെ സമീപിച്ചേക്കും. ഈ സാഹചര്യത്തിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുക എന്നതാണ് പോലീസിന് മുന്നിലുള്ള വഴി. സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ടും പോലീസ് വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. അതേസമയം ഷൈനിൽ നിന്നുണ്ടായ ദുരനുഭവത്തിൽ നിയമപരമായി പരാതി നൽകില്ലെന്ന് ആവർത്തിച്ച നടി വിൻസി അലോഷ്യസ് അന്വേഷണവുമായി സഹകരിക്കുമെന്ന് വ്യക്തമാക്കി. പരാതി കൊടുക്കാൻ ഞാൻ എൻ്റെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുകയാണ്. ഒരു ലീഗലി മൂവ് ചെയ്യാൻ ഞാൻ തയ്യാറല്ല. പക്ഷെ അന്വേഷണങ്ങൾ വരുമ്പം സഹകരിക്കാൻ ഐ എം റെഡി. ടെല്ലിങ് അതിൽ കൃത്യമായി രാജേഷ് സാർ പറയുന്നുണ്ട്, വരുന്ന അന്വേഷണങ്ങൾ ഞാൻ സഹകരിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഐ എം നോട്ട് റെഡി ടു ഗോ ഫോർ എ ലീഗൽ തിങ് ഓർ നോട്ട്. നമ്മളത് സിനിമയിൽ തന്നെ നമ്മളതിൻ്റെ വേണ്ട നടപടികൾ എടുക്കുമെന്ന് തന്നെയാണ്. യെസ്, അതാണല്ലോ വേണ്ടത്. സിനിമയിൽ ഇനി ഇതിങ്ങനെ ആവർത്തിക്കാൻ പാടില്ല എന്നുള്ളതാണ് എനിക്ക് വേണ്ടത്. സിനിമയുടെ ഔട്ട്സ്കേർട്ട് ആവുമ്പോഴാണ് നിയമ നടപടികൾ. എനിക്ക് സിനിമയിലാണ് മാറ്റം വരേണ്ടത്. ഷൈൻ ടോം ചാക്കോയും ലഹരി ഇടപാടുകാരും തമ്മിലുള്ള ബന്ധം, പണമിടപാടുകൾ തുടങ്ങിയവയാണ് പോലീസിന്റെ അന്വേഷണത്തിൽ പ്രധാനമായുള്ളത്. ലഹരി എത്തിക്കുന്നവരിലേക്ക് എത്താനാണ് പോലീസ് ശ്രമം. ഷൈനിന്റെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ അടക്കം ലഭ്യമായ സാഹചര്യത്തിൽ അവയുടെ വിശദ പരിശോധനയും കൂടുതൽ തെളിവുകൾ കണ്ടെത്താനുള്ള ശ്രമവുമാണ് പോലീസ് ഇപ്പോൾ നടത്തുന്നത്. ന്യൂസ് 18 കൊച്ചി. ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ഭാസി എന്നിവരുമായി ലഹരി കേസ് പ്രതി തസ്ലീമ സുൽത്താനയ്ക്ക് വെറും സൗഹൃദം മാത്രമാണ് ഉള്ളത്. ആരോപണ വിധേയരായ താരങ്ങളുമായി സൗഹൃദം മാത്രമെന്നാണ് തസ്ലീമ പറയുന്നത്. ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ഭാസി എന്നിവരുമായി മറ്റിടപാടുകളൊന്നുമില്ല. എന്നാൽ ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ യുവതിയുടെ മൊഴികളിൽ പല രീതിയിൽ വൈരുദ്ധ്യങ്ങളുണ്ട്. ഈ മാസം 24 വരെയും കസ്റ്റഡിയിൽ വിട്ട പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷം താരങ്ങൾക്ക് നോട്ടീസ് അയക്കാനാണ് എക്സൈസിന്റെ തീരുമാനം. റിമാൻഡ് ചെയ്ത് 20 ദിവസങ്ങൾക്ക് ശേഷമാണ് ഹൈബ്രിഡ് കേസിലെ പ്രതികളെ എക്സൈസ് കസ്റ്റഡിയിലെടുക്കുന്നത്. പരമാവധി വിവരങ്ങൾ തേടിയ ശേഷം പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങിയാൽ മതിയെന്ന തീരുമാനത്തിലായിരുന്നു അന്വേഷണ സംഘം. ആലപ്പുഴ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ 24 വരെ കസ്റ്റഡിയിൽ വിട്ടു. കോടതിയിലേക്ക് ഹാജരാക്കാൻ എത്തിക്കും വഴിയായിരുന്നു നടന്മാരുമായുള്ള ബന്ധത്തെ സംബന്ധിച്ച തസ്ലിമയുടെ പ്രതികരണം. തസ്ലീമ സുൽത്താന, ഭർത്താവ് സുൽത്താൻ അക്ബർ അലി, ഫിറോസ് എന്നിവരെ ഒരുമിച്ചാണ് എക്സൈസ് കസ്റ്റഡിയിൽ വാങ്ങിയത്. അറസ്റ്റിലായ ഘട്ടത്തിൽ തന്നെ ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ഭാസി എന്നിവരുമായുള്ള ബന്ധം തസ്ലീമ അന്വേഷണ സംഘത്തിന് മുന്നിൽ വിവരിച്ചിരുന്നു. 27-ന് എറണാകുളത്തെത്തിയ ഇവർ 6 കിലോ ഹൈബ്രിഡ് കഞ്ചാവ് കൊണ്ടുവന്നതായാണ് വിവരം. 3 കിലോ സിനിമാ മേഖലയിൽ വിതരണം ചെയ്തോ എന്നും എക്സൈസ് സംശയിക്കുന്നുണ്ട്. കസ്റ്റഡിയിൽ പ്രതികളെ വിട്ടുകിട്ടിയതിനാൽ ഉടനെ തന്നെ ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ഭാസി എന്നിവർക്ക് നോട്ടീസ് അയക്കാനാണ് തീരുമാനം. ന്യൂസ് 18 ആലപ്പുഴ. തിരുവനന്തപുരം വർക്കലയിൽ അമ്മയും 5 പെൺമക്കളും മാത്രം താമസിക്കുന്ന അടച്ചുറപ്പില്ലാത്ത വീട്. വൈദ്യുതി പോലും ഇല്ലാതിരുന്ന വീട്ടിൽ ഒരാഴ്ച മുൻപ് രാത്രി 12 മണിക്കുണ്ടായ സംഭവം ഒരു നാടിനെ മുഴുവൻ നടുക്കിയതാണ്. അയൽവാസിയായ അനന്തു വീട്ടിൽ അതിക്രമിച്ചു കയറി പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ പോലീസ് പ്രതിക്ക് വേണ്ടിയുള്ള തിരച്ചിലായിരുന്നു.
ഒടുവിൽ പ്രതി അനന്തുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. സംഭവത്തിന് ശേഷം രക്ഷപ്പെട്ട പ്രതിയെ വർക്കലയിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. ഒരാഴ്ച മുൻപാണ് അയിരൂർ കോളനിയിലെ വീട്ടിൽ കയറി പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. അമ്മയും 5 പെൺമക്കളും മാത്രം താമസിക്കുന്ന വീട്ടിലാണ് സംഭവം. അടച്ചുറപ്പില്ലാത്ത വീട്ടിലാണ് ഇവർ കഴിഞ്ഞു വരുന്നത്. രാത്രി 12 മണിക്ക് ശേഷം എത്തിയ അക്രമി കിടന്നുറങ്ങുകയായിരുന്ന പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. പെൺകുട്ടി നിലവിളിച്ചതോടെ ഇയാൾ ഇറങ്ങി ഓടി. പ്രദേശവാസിയാണ് പ്രതി അനന്തു. സംഭവത്തിനു ശേഷം ഒളിവിൽ പോയ പ്രതി അഞ്ചലിൽ ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്നു. പോലീസ് ഇവിടെ എത്തിയെങ്കിലും ഇയാൾ കടന്നുകളഞ്ഞിരുന്നു. വർക്കലയിൽ വെച്ചാണ് അറസ്റ്റ്. അക്രമത്തിനിരയായ കുടുംബം കഴിയുന്ന വീട്ടിൽ വൈദ്യുതി അടക്കമുണ്ടായിരുന്നില്ല. സംഭവത്തിന് ശേഷം അയിരൂർ പോലീസ് ഇടപെട്ട് അമ്മയും 5 പെൺകുട്ടികളും മാത്രം താമസിക്കുന്ന അടച്ചുറപ്പില്ലാത്ത വീടിന് വൈദ്യുതി കണക്ഷൻ ലഭ്യമാക്കി. ന്യൂസ് 18 വർക്കല. നാട്ടിൽ അക്രമം വിതയ്ക്കുന്നവരെ പോലീസ് ചിലപ്പോൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാറുണ്ട്. കോട്ടയം എരുമേലിയിൽ ഇങ്ങനെ 2 സംഘങ്ങൾ തമ്മിലുള്ള സംഘർഷം നിയന്ത്രിക്കാൻ പോലീസ് എത്തിയപ്പോഴത്തെ കഥയിലേക്കാണ് ഇനി. നാട്ടുകാർ വിളിച്ചറിയിച്ചതിനെ തുടർന്ന് സംഘർഷം തടയാനെത്തിയ പോലീസിന് അവിടെ വെച്ച് മർദ്ദനമേൽക്കുന്നു. എന്നാൽ ഇങ്ങനെ പോലീസ് നേർക്ക് പോലും കൈയോങ്ങുന്നവരെ വെറുതെ വിടാൻ കഴിയുമോ? ഒടുവിൽ കസ്റ്റഡിയിലെടുത്ത് അക്രമികളെ സ്റ്റേഷനിൽ എത്തിച്ചപ്പോഴത്തെ കാഴ്ച ഒന്ന് കാണേണ്ടത് തന്നെയാണ്. എന്തായാലും പൊതുസ്ഥലത്ത് വെച്ച് കിട്ടിയത് പോലീസുകാർ സ്റ്റേഷനിൽ വെച്ച് തല്ലി തന്നെ തീർത്തു. 2 ദൃശ്യങ്ങളും പുറത്തു വന്ന സ്ഥിതിക്ക് ഇനി എന്ത് നടപടിയാകും ഉണ്ടാവുകയെന്ന് കണ്ടറിയണം. ഞായറാഴ്ച രാത്രി 8 മണിയോടെയാണ് എരുമേലി കനകപ്പലത്ത് അക്രമം നടന്നത്. സംഘം ചേർന്ന് ഇരുവിഭാഗങ്ങൾ തമ്മിൽ മദ്യപിച്ച ശേഷം ഏറ്റുമുട്ടുകയായിരുന്നു. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് പോലീസ് സംഘം സംഭവ സ്ഥലത്തെത്തുന്നത്. അക്രമികളെ പിടികൂടുന്നതിനിടെ പോലീസിനും മർദ്ദനമേറ്റു. സംഭവ സ്ഥലത്ത് നിന്ന് 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇവരിൽ ഒരാളെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിലെത്തിയ ശേഷവും പ്രതികൾ അക്രമം തുടർന്നതായി പോലീസ് പറയുന്നു. ഇത് നിയന്ത്രിക്കാൻ വേണ്ടിയാണ് മർദ്ദിച്ചതെന്നാണ് പോലീസിന്റെ നിലപാട്. പോലീസ് ഉദ്യോഗസ്ഥരുടെ ഷർട്ടുകളടക്കം പ്രതികൾ വലിച്ചു കീറിയതായി പറയുന്നു. അക്രമികളിൽ ഒരാൾ തന്നെയാണ് പോലീസ് സ്റ്റേഷനിലുള്ളിലെ ദൃശ്യങ്ങൾ പകർത്തി പുറത്തുവിട്ടത്. പോലീസിനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ നാട്ടുകാർ മൊബൈലിൽ പകർത്തുകയായിരുന്നു. ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. കൊല്ലത്ത് ബസ് കാത്തുനിന്ന അച്ഛനെയും മകനെയും പോലീസ് ക്രൂരമായി മർദ്ദിച്ചെന്ന് പരാതി. കൊല്ലം ഈസ്റ്റ് SI സുമേഷ് അടക്കമുള്ള പോലീസുകാർ മർദ്ദിച്ചെന്നാണ് കരിക്കോട് സ്വദേശികളായ നാസറിന്റെയും മകൻ സെയ്ദിന്റെയും പരാതി. KSU ജില്ലാ സെക്രട്ടറിയായ സെയ്ദും കോൺഗ്രസ് കരിക്കോട് ഡിവിഷൻ പ്രസിഡന്റായ നാസറും പുലർച്ചെ 4:30 കരിക്കോടേക്ക് പോകുന്നതിനായി ബസ് കാത്തു നിൽക്കുമ്പോഴായിരുന്നു സംഭവം. എന്നാൽ രാത്രി പരിശോധനയ്ക്കിടെ പോലീസിന്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയെന്നാണ് SIയുടെ വിശദീകരണം. സംഭവത്തിൽ SI സുമേഷിനെയും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു.
പുലർച്ചെ പാലരുവി എക്സ്പ്രസ് വന്നിറങ്ങി വീട്ടിലേക്ക് പോകാനായി ബസ് കാത്തുനിൽക്കുന്നതിനിടെ പോലീസ് മർദ്ദിച്ചെന്നാണ് പരാതി. സമീപത്തെ കടയിലെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് സ്ഥലത്തെത്തിയ പോലീസ് മദ്യപിച്ചിട്ടാണോ നിൽക്കുന്നതെന്ന് ചോദിച്ച് ഊതാൻ പറഞ്ഞു. മദ്യപിക്കാറില്ലെന്ന് നാസർ പറഞ്ഞു. കോൺഗ്രസ് കരിക്കോട് ഡിവിഷൻ പ്രസിഡന്റാണെന്ന് പറഞ്ഞതോടെ അദ്ദേഹത്തെ പിടിച്ചു തള്ളി. ഉപ്പയെ തല്ലുന്നത് തടയാൻ ശ്രമിച്ചപ്പോൾ തന്നെയും മർദ്ദിക്കുകയായിരുന്നുവെന്ന് സെയ്ദ് പറയുന്നു. ആദ്യം തറയിലിട്ട് ചവിട്ടി, മുണ്ട് വലിച്ചു കീറി. സ്റ്റേഷനിൽ കൊണ്ടുവന്ന ശേഷവും 2 പോലീസുകാർ മർദ്ദനം തുടർന്നു. തറയിലിട്ട് നാഭിക്ക് ചവിട്ടി. KSU ജില്ലാ സെക്രട്ടറിയാണെന്ന് പറഞ്ഞപ്പോൾ വീണ്ടും മർദ്ദിച്ചതായും ആരോപണമുണ്ട്. മർദ്ദിച്ച പോലീസുകാർ ഒരാൾ മഫ്തിയിലും ഒരാൾ യൂണിഫോമിലുമായിരുന്നു. 2 പേരും മദ്യപിച്ചിട്ടുണ്ടായിരുന്നുവെന്നും സെയ്ദ് ആരോപിച്ചു. സംഭവത്തിൽ പ്രതിഷേധിച്ച് KSU പ്രവർത്തകർ പോലീസ് കമ്മീഷണർ ഓഫീസ് ഉപരോധിച്ചു. ഇവിടെ നിന്ന സെയ്ദിന്റെ വാപ്പായടുത്ത് നീ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞ് സെയ്ദിന്റെ വാപ്പായെ ചോദിക്കുകയും വാപ്പ മറുപടി പറഞ്ഞത് ഞാൻ മദ്യപിച്ചിട്ടില്ല, ഞാൻ കോൺഗ്രസിന്റെ ഡിവിഷൻ പ്രസിഡന്റാന്ന് പറഞ്ഞപ്പോൾ നീ രാഷ്ട്രീയം പറയുന്നോടാ എന്ന് പറഞ്ഞ് പിതാവിനെ ഉൾപ്പെടെ മർദ്ദിക്കുന്ന ഒരു ഇത് നമ്മളെല്ലാവരും രാവിലെ പല മാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. അതേസമയം രാത്രി പരിശോധനയ്ക്കിടെ പോലീസിന്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയെന്നാണ് SIയുടെ വിശദീകരണം. തനിക്ക് മർദ്ദനമേറ്റെന്നും SI സുമേഷ് പറയുന്നു. ന്യൂസ് 18 കൊല്ലം. കോഴിക്കോട് തിരുവമ്പാടിയിൽ വയോധികയെ കഴുത്തും മുറിച്ച് മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത. ആനക്കാംപോയിൽ സ്വദേശിനി റോസമ്മ ജോസഫാണ് മരിച്ചത്. രാവിലെ വീടിനോട് ചേർന്ന പശുത്തൊഴുത്തിൽ കസരിയിരിക്കുന്ന നിലയിലാണ് മൃതദേഹം കണ്ടത്. കയ്യിലെ ഞരമ്പ് മുറിച്ചിട്ടുണ്ട്. വീട്ടിലുണ്ടായിരുന്ന റോസമ്മയുടെ മകനും ഭാര്യയും അന്വേഷിച്ചെത്തിയപ്പോഴാണ് അമ്മയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവം ആത്മഹത്യയാണോ അതോ കൊലപാതകമാണോ? പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. രാവിലെ വീടിനടുത്തുള്ള പശുത്തൊഴുത്തിൽ കസേരയിലിരിക്കുന്ന നിലയിലാണ് 70-കാരിയായ റോസമ്മ ജോസഫിന്റെ മൃതദേഹം കണ്ടത്. കൈയുടെ ഞരമ്പും മുറിച്ചിട്ടുണ്ട്. റോസമ്മയുടെ മകനും ഭാര്യയുമാണ് വീട്ടിലുണ്ടായിരുന്നത്. ഇവരാണ് റോസമ്മയെ മരിച്ച നിലയിൽ കണ്ടത്. തുടർന്ന് പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. പോലീസും ഡോഗ് സ്ക്വാഡും സ്ഥലത്ത് പരിശോധന നടത്തി. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ച ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ആത്മഹത്യയാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. വീട്ടിൽ മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് പോലീസ് പരിശോധിച്ചു വരുന്നു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ കൂടുതൽ വിവരങ്ങൾ വ്യക്തമാകൂ എന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് 18 മുക്കം. മദ്യലഹരിയിൽ വഴക്കിടുന്നവർ സ്വയം നശിക്കുമെന്ന് മാത്രമല്ല, ഒപ്പമുള്ളവരെയും നശിപ്പിക്കാൻ ശ്രമിക്കും. അതാണ് കൊല്ലം മഞ്ചലിലെ ഒരു വീട്ടിൽ സംഭവിച്ചത്. മദ്യപാനിയായ വിനോദ് കുമാർ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് പതിവാണ്. കഴിഞ്ഞ ദിവസവും മദ്യപിച്ചെത്തി വഴക്കുണ്ടാക്കി. പിന്നാലെ വീടിന്റെ കതകുകൾ കുറ്റിയിട്ട ശേഷം ഗ്യാസ് സിലിണ്ടർ തുറന്നുവിട്ട് ഗൃഹനാഥൻ ജീവനൊടുക്കി. വീട്ടുകാർ ഓടി മാറിയതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. സിലിണ്ടർ പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് വീട് പൂർണ്ണമായും കത്തി നശിച്ചിരുന്നു. കൊല്ലം ഏരൂരിലാണ് സംഭവം. 55 വയസ്സുള്ള വിനോദ് കുമാറാണ് തൂങ്ങി മരിച്ചത്. സ്ഥിരം മദ്യപാനിയായ ഇയാൾ വീട്ടിൽ വഴക്കുണ്ടാക്കുന്നത് പതിവാണെന്ന് പോലീസ് പറയുന്നു. കഴിഞ്ഞ ദിവസമുണ്ടായ കുടുംബ വഴക്കിനെ തുടർന്ന് രാത്രി മദ്യപിച്ച് വീട്ടിലെത്തിയ വിനോദ് കുമാർ വീട്ടുസാധനങ്ങൾ അടിച്ച് നശിപ്പിച്ചു. തുടർന്ന് അടുക്കളയിലുണ്ടായിരുന്ന ഗ്യാസ് സിലിണ്ടർ മുറിയിൽ എടുത്തുവച്ചതിനു ശേഷം ഗ്യാസ് തുറന്നുവിടുകയായിരുന്നു. പാചകവാതകത്തിന്റെ ഗന്ധം വന്നപ്പോൾ വീട്ടിലുള്ള മറ്റുള്ളവർ പുറത്തേക്കോടി. തുടർന്ന് വിനോദ് കുമാർ എല്ലാ കതകുകളും അകത്തുനിന്ന് കുറ്റിയിട്ടു. മരുമകൾ കൃഷ്ണ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസെത്തി വിനോദ് കുമാറിനെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. വീടിന്റെ കതകുകൾ അകത്തുനിന്നും വിനോദ് പൂട്ടിയതുകൊണ്ട് പോലീസിനകത്ത് കയറാനും കഴിഞ്ഞില്ല. സിലിണ്ടർ പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് വീട് പൂർണ്ണമായും തകർന്നു. ഇവര് വന്നിട്ട് വിനോദ് കതവ് തുറക്കുന്നാ പറഞ്ഞത്. എന്നിട്ട് കതവ് തുറന്നില്ല. ഈ റൂം നമുക്ക് കയറുന്ന റൂം, അവിടെ റൂമുണ്ട്. കയറി കഴിഞ്ഞിട്ട് ഇവര് ആ ജനലൊന്ന് പൊട്ടിയിരിക്കുക സാറേ. അപ്പോഴത്തേന് ആ ജനലിൽ കൂടെ ലാത്തി കയറ്റിയിട്ട് സാറുമാർ പറഞ്ഞ് വിനോദെ കതവ് തുറക്കുന്ന പറഞ്ഞു. അപ്പോഴച്ഛൻ അവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ
ഇത് കത്തുന്നില്ല സാറേ, കത്തുന്നില്ല എന്നാ പറഞ്ഞു. ഇത്രയും പറഞ്ഞു, തീ കത്തിച്ചു, അതാണ് സംഭവം. പിന്നീട് അകത്തു കയറിയപ്പോഴാണ് വിനോദ് കുമാർ തൂങ്ങി മരിച്ചതാണെന്ന് വ്യക്തമായത്. മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. ന്യൂസ് 18 കൊട്ടാരക്കര. തിരുവനന്തപുരത്തെ IB ഉദ്യോഗസ്ഥ ആത്മഹത്യ ചെയ്ത് 1 മാസമാകുമ്പോഴും പ്രതിക്ക് വേണ്ടി പോലീസ് ഇരുട്ടിൽ തപ്പുകയാണ്. കേസിൽ പ്രതിയായ സഹപ്രവർത്തകൻ സുഗാന്തിനെ ഇതുവരെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. IB ഉദ്യോഗസ്ഥനായ സുഗാന്തിനെയും അയാളുടെ കുടുംബത്തെയും കാണാതായി 3 ആഴ്ചയായിട്ടും യാതൊരു സൂചനയുമില്ല. കേന്ദ്ര ഇന്റലിജൻസിന്റെ പോലും കണ്ണുവെട്ടിച്ച് ഇവർ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത്? ആരാണ് ഇവരെ സംരക്ഷിക്കുന്നത്? അതോ സുഗാന്തും കുടുംബവും വിദേശത്തേക്ക് കടന്നതാണോ? അതിനിടെ സുഗാന്തിന്റെ എടപ്പാളിലെ വീട്ടിൽ പരിശോധന നടത്തിയ പോലീസ് കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്കും ബാങ്ക് പാസ്ബുക്കുകളും പിടിച്ചെടുത്തു. കേസിൽ പ്രതിയായതോടെ സുഗാന്തിനെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടതായി IB അറിയിച്ചു. തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ വിഭാഗം IB ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയിൽ ആരോപണ വിധേയനായ സുഗാന്ത് സുരേഷിന് വേണ്ടി 3 ആഴ്ചയായി അന്വേഷണ സംഘം നടത്തുന്ന തെരച്ചിലാണ് അനിശ്ചിതമായി തുടരുന്നത്. പോലീസ് സംഘം 2ആയി തിരിഞ്ഞ് സംസ്ഥാനത്തിനകത്തും പുറത്തും തിരച്ചിൽ തുടരുകയാണെങ്കിലും ഇതുവരെ ഫലം കണ്ടിട്ടില്ല. സുഗാന്തിന്റെ മൊബൈൽ ടവർ ലൊക്കേഷൻ അവസാനമായി കാണിച്ച ചെന്നൈയിൽ ഒരാഴ്ചയിലേറെ വ്യാപകമായ പരിശോധന നടത്തിയ സംഘം തിരുവനന്തപുരത്ത് തിരികെ എത്തി. മലപ്പുറത്തെ ഇയാളുടെ ബന്ധുവീടുകളിലും തൃശൂർ കുന്നംകുളത്തെ ബന്ധുവീടുകളിലും മറ്റൊരു സംഘം പരിശോധന നടത്തി. എന്നാൽ ഒരു പ്രയോജനവും ഉണ്ടായില്ല. കേസിൽ പ്രതി ചേർത്ത സുഗാന്തിന്റെ മാതാപിതാക്കളുടെ മൊബൈൽ ഫോണുകളും സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. മൂകാംബിക ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളുടെ പരിസരത്തും സുഗാന്തും കുടുംബവും ഒളിവിൽ കഴിയാനുള്ള സാധ്യത കണക്കിലെടുത്ത് പരിശോധന നടക്കുന്നുണ്ട്. അതിനിടെ സുഗാന്തിന്റെ മലപ്പുറം എടപ്പാളിലെ വീട്ടിൽ പോലീസ് വീണ്ടും പരിശോധന നടത്തി. ഞായറാഴ്ച വൈകിട്ട് 3 മണിയോടെയാണ് കോടതി ഉത്തരവുമായി അന്വേഷണ സംഘം പരിശോധന നടത്തിയത്. വട്ടംകുളം പഞ്ചായത്ത് അംഗം EA സുകുമാരനെ വിളിച്ചു വരുത്തി അദ്ദേഹത്തിന്റെയും അയൽവാസിയായ ഇബ്രാഹിമിന്റെയും സാന്നിധ്യത്തിലായിരുന്നു പരിശോധന. വീടിന്റെ താക്കോൽ അയൽവാസിയുടെ വീട്ടിൽ നിന്ന് വാങ്ങിയാണ് പോലീസ് അകത്ത് കയറിയത്. പരിശോധനയിൽ മുറികളിൽ നിന്ന് ഒന്നും കിട്ടിയില്ല. പിന്നീട് മുകളിലെ നിലയിൽ സുഗാന്തിന്റെ പൂട്ടിക്കിടന്ന മുറിയും അലമാരിയും കുത്തിത്തുറന്ന് പരിശോധിച്ചു. ഇതിൽ നിന്നാണ് കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്കും പാസ്ബുക്കുകളും കണ്ടെടുത്തത്. ഇവ കൂടാതെ നിരവധി രേഖകളും പോലീസ് പരിശോധിച്ചു. പേട്ട SI ബാലു, സിവിൽ പോലീസ് ഓഫീസർ അൻസാർ, ചങ്ങരകുളം സ്റ്റേഷനിലെ SCPO സബീഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് പരിശോധന നടത്തിയത്. ഇതിനു പിന്നാലെയാണ് സുഗാന്ത് സുരേഷിനെ IB പിരിച്ചുവിട്ടതായ വിവരം പുറത്തുവരുന്നത്. കേസിൽ പ്രതിയായതോടെയാണ് വകുപ്പ് തല അന്വേഷണം നടത്തി നടപടിയെടുത്തത്. കൊച്ചി വിമാനത്താവളത്തിൽ പ്രൊബേഷണറി ഓഫീസറായിരുന്നു സുഗാന്ത് സുരേഷ്. ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്നും പുറത്താക്കുന്നതിനാണ് നീക്കമെന്ന് നേരത്തെ തന്നെ സൂചനയുണ്ടായിരുന്നു. പ്രൊബേഷൻ സമയമായതിനാൽ നിയമ തടസ്സങ്ങളില്ലെന്ന് വിലയിരുത്തിയാണ് IBയുടെ നടപടി. IB ഉദ്യോഗസ്ഥയെ ഗർഭചിത്രം നടത്തിയതിനു ശേഷം വിവാഹത്തിൽ നിന്നും സുഗാന്ത് പിൻവാങ്ങിയതാണ് 24-കാരിയുടെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അതേസമയം കുടുംബാംഗങ്ങളുടെ സമ്മർദ്ദം സഹിക്കവയ്യാതെയാണ് യുവതി ആത്മഹത്യ ചെയ്തെന്നാണ് സുഗാന്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിലെ വാദം. കഴിഞ്ഞ മാർച്ച് 24 രാവിലെയാണ് ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന പത്തനംതിട്ട കൂടൽ സ്വദേശിനിയായ IB ഉദ്യോഗസ്ഥ ചാക്കയ്ക്ക് സമീപം ട്രെയിനിന് മുന്നിൽ ചാടി ജീവനൊടുക്കിയത്. ലൈംഗികാതിക്രമണത്തിന് പുറമെ സാമ്പത്തിക ചൂഷണത്തിനും യുവതി ഇരയായതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. 70 വയസ്സുള്ള അമ്മയെ നോക്കണം. അഭിഭാഷകനായ ശേഷം പാവപ്പെട്ട ജനങ്ങൾക്ക് നിയമസഹായം നൽകണം. തിരുവനന്തപുരം പേരൂർക്കട വിനീത വധക്കേസിൽ ശിക്ഷാവിധിക്ക് മുൻപ് പ്രതി രാജേന്ദ്രൻ കോടതിയിൽ പറഞ്ഞതാണിത്. എന്നാൽ കൊടും കുറ്റവാളിക്ക് വധശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. കേസിൽ പ്രതിക്കുള്ള ശിക്ഷ വിധിക്കുന്നത് തിരുവനന്തപുരം സെഷൻസ് കോടതി ഈ മാസം 24-ലേക്ക് മാറ്റിയിട്ടുണ്ട്. തമിഴ്നാട് തോവാള സ്വദേശി രാജേന്ദ്രൻ കുറ്റക്കാരനാണെന്ന് കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു. ഫെബ്രുവരി 6-നായിരുന്നു തിരുവനന്തപുരം നഗരത്തെ നടുക്കിയ കൊലപാതകം. വിനീതയുടെ കഴുത്തിൽ കിടന്ന 4.5 പവന്റെ മാല സ്വന്തമാക്കാനായാണ് രാജേന്ദ്രൻ കൊല നടത്തിയത്. ഓൺലൈൻ ട്രേഡിംഗിനുള്ള പണം കയ്യിലില്ലാതെ വന്നതോടെ മോഷണവും കൊലപാതകവും നടത്താനിറങ്ങിയെന്നായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ. അമ്പലമുക്ക് ജംഗ്ഷനിൽ മറ്റൊരു സ്ത്രീയെ ലക്ഷ്യമിട്ടാണ് താൻ എത്തിയതെന്നായിരുന്നു രാജേന്ദ്രൻ പോലീസ് നൽകിയ മൊഴി.
സാമാന്യം വലിയ സ്വർണ്ണമാലയിട്ട് അവരുടെ പിന്നാലെ നടന്നു. ഇവരെ തിരഞ്ഞ് മുന്നോട്ട് നടന്നതോടെയാണ് ചെടികൾക്ക് വെള്ളം നനയ്ക്കുന്ന വിനീതയെ രാജേന്ദ്രൻ കണ്ടത്. ചെടി വാങ്ങാൻ എന്ന വ്യാജേനെ പ്രതി വിനീതയ്ക്ക് മുന്നിലെത്തുകയായിരുന്നു. ചെടി വാങ്ങാനല്ല, മാലയിലാണ് കണ്ടതോടെ വിനീത ബഹളം വെച്ചു. തുടർന്ന് പിടിവലിയായി. ഇതോടെ കയ്യിൽ കരുതിയ കത്തിയെടുത്ത് കുത്തി വീഴ്ത്തുകയായിരുന്നു. മുട്ടടയിലെ കുളത്തിൽ കത്തി ഉപേക്ഷിച്ച ശേഷം ഇവിടെ നിന്ന് സ്കൂട്ടറിൽ ലിഫ്റ്റ് ചോദിച്ച് ഉള്ളൂരിലെത്തി. തുടർന്ന് മറ്റൊരു ഓട്ടോറിക്ഷയിൽ കയറി പേരൂർ കടയിലെത്തുകയായിരുന്നു. പേരൂർക്കട സർക്കാർ ആശുപത്രിക്ക് സമീപമുള്ള ചായക്കടയിലെ ജീവനക്കാരനായിരുന്നു രാജേന്ദ്രൻ. തമിഴ്നാട്ടിലും അരുംകൊലകൾ നടത്തിയ ശേഷമാണ് രാജേന്ദ്രൻ കേരളത്തിലേക്ക് എത്തിയത്. ഏപ്രിൽ 2 വിചാരണ നടപടികൾ പൂർത്തിയായിരുന്നു. രാജേന്ദ്രൻ കുറ്റക്കാരനാണെന്ന് തിരുവനന്തപുരം സെഷൻ കോടതി കണ്ടെത്തിയിരുന്നു. പിന്നീട് ഈ മാസം 21 ശിക്ഷ വിധിക്കുമെന്ന് കോടതി നേരത്തെ അറിയിച്ചതാണ്. എന്നാൽ കേസിൽ ശിക്ഷ വിധിക്കുന്നത് 24 മാറ്റുകയായിരുന്നു. വിനീതയെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രോസിക്യൂഷൻ ഹാജരാക്കിയ 11 റിപ്പോർട്ടുകൾ കോടതി പരിശോധിച്ചു. 70 വയസ്സുള്ള അമ്മയെ നോക്കണമെന്ന് പ്രതി രാജേന്ദ്രൻ കോടതിയിൽ പറഞ്ഞു. അഭിഭാഷകനായ ശേഷം പാവപ്പെട്ട ജനങ്ങൾക്ക് നിയമസഹായം നൽകണമെന്നാണ് ആഗ്രഹമെന്നും പ്രതി പറഞ്ഞു. കൊടും കുറ്റവാളിക്ക് വധശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. പ്രായം പരിഗണിക്കണമെന്നാണ് പ്രതിഭാഗത്തിന്റെ വാദം. ന്യൂസ് 18 തിരുവനന്തപുരം. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കെ PA ആയിരുന്ന ടെനി ജോപ്പനെ പലരും ഓർക്കുന്നുണ്ടാകുമല്ലേ? അന്ന് സോളാർ കേസ് വിവാദത്തിൽപ്പെട്ടാണ് അയാൾക്ക് സ്ഥാനം നഷ്ടപ്പെട്ടത്. റിമാൻഡ് കാലാവധിക്ക് ശേഷം ജയിലിൽ നിന്നിറങ്ങിയ ജോപ്പന്റെ പൊതുപ്രവർത്തനം അവസാനിച്ചതോടെ പിന്നെ അങ്ങനെ കേൾവി പോലുമില്ല. ഇപ്പോൾ അയാളുടെ ജീവിതം എങ്ങനെയായിരിക്കും? മദ്യലഹരിയിൽ ജോപ്പൻ ഓടിച്ച കാറിടിച്ച് ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം സംഭവിച്ചതാണ് ഏറ്റവും ഒടുവിൽ കേൾക്കാൻ കഴിഞ്ഞത്. കൊട്ടാരക്കരയിൽ നടന്ന അപകടത്തിൽ ഡിവൈഎഫ്ഐ പ്രാദേശിക നേതാവ് ഷൈൻ കുട്ടനാണ് മരിച്ചത്. സംഭവത്തിൽ ജോപ്പനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൊട്ടാരക്കര പുത്തൂർ റോഡ് അവണൂരിലാണ് വൈകിട്ട് 6:30 അപകടമുണ്ടായത്. പുത്തൂരിൽ നിന്ന് ടെന്നി ജോപ്പൻ ഓടിച്ചു വന്ന കാറും എതിരെ വന്ന ഷൈൻകുട്ടന്റെ ബൈക്കുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ സമീപത്തെ വീടിന്റെ മുകളിലേക്ക് ഇടിച്ചു കയറി. അമിത വേഗതയിലെത്തിയ ജോപ്പന്റെ കാർ നിയന്ത്രണം നഷ്ടമായി കാറിലിടിക്കുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. ഒന്നും അറിയാൻ വയ്യ സാറേ. കല്ലും മണ്ണും തെറിച്ച് വീടിന് കേട്ടപ്പോഴാ പിള്ളേരും അടുത്തിരുന്നോ. അതിന് മുഖത്തൊക്കെ തെറിച്ച് വീണ് കല്ലും മണ്ണും ഒക്കെ. നമ്മളിപ്പോ എന്താ കണ്ട പേരുടെ ഭിത്തി മൊത്തം പോയി. നമ്മളിപ്പോ എന്തോ ചെയ്യുക? എങ്ങനെ വന്നയാന്ന് എതിരെ വന്നയാന്ന് ആര് കണ്ട്? എല്ലാരും ഓരോരുത്തരുടെ വീട്ടുകളിൽ ഇരുന്ന് നേരെ വിളിച്ച് ഓടുന്നതാ കണ്ടത്. സുരേഷ് ബാബുവിന്റെ വീടിന് മുകളിലേക്ക് ഇടിച്ചു നിന്ന കാറിൽ നിന്നും വളരെ പണിപ്പെട്ടാണ് നാട്ടുകാർ ജോപ്പനെ പുറത്തിറക്കിയത്. ആക്സിഡന്റ് നടന്നതെന്ന് പറഞ്ഞാൽ കൊട്ടാരക്കരയിൽ നിന്ന് ഒരു കാറ്, ജോപ്പൻ എന്ന് പറയുന്ന ആൾ ഉപയോഗിച്ചിരുന്ന കാറ് ഇവിടുന്ന് കോട്ടാത്തലയിൽ നിന്ന് കൊട്ടാരക്കരയിലോട്ട് വരുന്ന വഴിയായിരുന്നു. ബൈക്ക് ഇവിടുന്ന് ഇപ്പോൾ ഈ കൊട്ടാരക്കരയിൽ നിന്ന് പുത്തൂരിലേക്ക് പോകുന്ന വഴിയായിരുന്നു. അവിടെ വെച്ച് കോട്ടാത്തലയുടെ മധ്യത്ത് വെച്ച് 10 അടിയുടെയൊക്കെ ഇടയിൽ വെച്ചാണ് ഈ ആക്സിഡന്റ് ഉണ്ടായിട്ടുള്ളത്. ഈ വ്യക്തി കാർ ഓടിച്ച് ജോപ്പൻ എന്ന് പറഞ്ഞ വ്യക്തി മദ്യപിച്ചിരുന്നു. ഷൈൻ എന്ന് പറയുന്ന ആളാണ് മരണപ്പെട്ടത്. കോട്ടാത്തല ഡിവൈഎഫ്ഐ വില്ലേജ് കമ്മിറ്റി അംഗമാണ് മരിച്ച ഷൈൻകുട്ടൻ. മദ്യലഹരിയിലായിരുന്നു ജോപ്പൻ വാഹനമോടിച്ചിരുന്നതെന്ന് വൈദ്യപരിശോധനയിൽ കണ്ടെത്തി. സംഭവത്തിൽ കൊട്ടാരക്കര പോലീസ് കേസെടുത്തു. ജോപ്പൻ പോലീസ് കസ്റ്റഡിയിലാണ്. ഷൈനിന്റെ മൃതദേഹം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ന്യൂസ് 18 കൊട്ടാരക്കര. കോഴിക്കോട് നിന്ന് പോക്സോ കേസ് അതിജീവിതയെയും കുഞ്ഞിനെയും കാണാതായ കേസാണ് പോലീസ് പട്രോൾ ഇനി പരിശോധിക്കുന്നത്. കോഴിക്കോട് നഗരത്തിലെ വനിതാ ശിശു സംരക്ഷണ കേന്ദ്രത്തിൽ നിന്നാണ് 17-കാരിയായ പെൺകുട്ടി കുഞ്ഞിനെയും കുട്ടി കടന്നു കളഞ്ഞത്. പെൺകുട്ടി സ്വന്തം ഇഷ്ടപ്രകാരം സംരക്ഷണ കേന്ദ്രത്തിൽ നിന്ന് ഇറങ്ങിപ്പോയതെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഇത് 2ാം തവണയാണ് പെൺകുട്ടി ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നത്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കോട്ടയത്ത് നിന്നുമാണ് 17-കാരിയായ അമ്മയെയും 3 വയസ്സുള്ള കുഞ്ഞിനെയും ഞായറാഴ്ച രാവിലെ വെള്ളിമാടുകുന്നിലുള്ള ശക്തി സദനം എന്ന വനിതാ ശിശു സംരക്ഷണ കേന്ദ്രത്തിൽ എത്തിച്ചത്. ശിശുക്ഷേമ സമിതി ചെയർമാന്റെ നിർദ്ദേശപ്രകാരം പോലീസാണ് ഇരുവരെയും ഇവിടെ എത്തിച്ചത്. എന്നാൽ രാത്രി 9:30 ഇവരെ കാണാതാവുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. അടുത്തിടെ ചേവായൂരിലെ സംരക്ഷണ കേന്ദ്രത്തിൽ നിന്നും സമാനമായ രീതിയിൽ ഈ പെൺകുട്ടിയെ കാണാതായിരുന്നു. കുന്നമംഗലം പോലീസാണ് അന്ന് ഇരുവരെയും കണ്ടെത്തി വീണ്ടും വനിതാ ശിശു സംരക്ഷണ കേന്ദ്രത്തിൽ എത്തിച്ചത്. പിന്നീട് അതിജീവിതയുടെ പിതാവ് കോട്ടയത്ത് ചികിത്സയിൽ കഴിയുന്നതിനാൽ ഇരുവരെയും കോട്ടയത്തുള്ള അഭയ കേന്ദ്രത്തിലേക്ക് മാറ്റി. 5 ദിവസത്തിനു ശേഷമാണ്
കോട്ടയത്ത് നിന്നും കോഴിക്കോട്ടേക്ക് വീണ്ടും എത്തിച്ചത്. സംഭവത്തിൽ കോഴിക്കോട് ടൗൺ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ്. പെൺകുട്ടി സ്വന്തം ഇഷ്ടപ്രകാരം സംരക്ഷണ കേന്ദ്രത്തിൽ നിന്ന് ഇറങ്ങിപ്പോയതെന്നാണ് പോലീസ് പറയുന്നത്. ന്യൂസ് 18 കോഴിക്കോട്. മദ്യപിച്ച് ലക്കുകെട്ട് ബസ്സിൽ കയറി സ്ത്രീകളോടും മറ്റ് യാത്രക്കാരോടും മോശമായി പെരുമാറുന്ന ചില സാമൂഹ്യദ്രോഹികളുണ്ട് നമ്മുടെ നാട്ടിൽ. ഇവരെ ചോദ്യം ചെയ്യാൻ പോലും പലർക്കും പേടിയാണ്. കൊല്ലം കൊട്ടാരക്കരയിൽ മദ്യലഹരിയിൽ ബസ്സിനുള്ളിൽ സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയത് ചോദ്യം ചെയ്ത കണ്ടക്ടർക്കും ഡ്രൈവർക്കും നേരിട്ടത് ക്രൂരമർദ്ദനമാണ്. കേസിൽ 2 പേരെ കൊട്ടാരക്കര പോലീസ് അറസ്റ്റ് ചെയ്തു. മർദ്ദനം ചോദ്യം ചെയ്തതിന് ബസിന്റെ മുൻഭാഗത്തെ ചില്ലുകളും ആക്രമികൾ അടിച്ചു തകർത്തിരുന്നു. എറണാകുളം പള്ളുരുത്തി സ്വദേശികളായ ജിജേഷ്, സാനി ആന്റണി എന്നിവരെയാണ് കൊട്ടാരക്കര പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊട്ടാരക്കരയിൽ നിന്നും കോഴിക്കോട്ടേക്കുള്ള സ്വിഫ്റ്റ് ബസ്സിൽ കയറിയ 2 പേരും സ്ത്രീകളോടും ബസ് ജീവനക്കാരോടും അപമര്യാദയായി പെരുമാറി. ഇത് ചോദ്യം ചെയ്ത ബസ് കണ്ടക്ടറെയും ഡ്രൈവറെയും അസഭ്യം പറയുകയും മർദ്ദിക്കുകയുമായിരുന്നു. സംഭവം ചോദ്യം ചെയ്ത ഡിപ്പോയിലെ മറ്റ് കണ്ടക്ടർമാർക്കും ഡ്രൈവർമാർക്കും മർദ്ദനമേറ്റു. തുടർന്ന് ബസിന്റെ മുൻവശത്തെ ഗ്ലാസുകളും വൈപ്പറുകളും ഇവർ അടിച്ചു തകർത്തു. കൂടുതൽ ജീവനക്കാരും പോലീസും എത്തിയാണ് പ്രതികളെ കീഴ്പ്പെടുത്തിയത്. കൊട്ടാരക്കര പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതികളെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊട്ടാരക്കര. ആലപ്പുഴ കായംകുളം സ്വദേശി സജാദ് ഷാ നാട്ടുകാർക്ക് പേടി സ്വപ്നമാണ്. പോലീസിനും വലിയ തലവേദനയാണ് ഇയാൾ. കഴിഞ്ഞ ദിവസം തമിഴ്നാട് സ്വദേശിയെ തട്ടിക്കൊണ്ടുപോയി പണം കവർന്നതാണ് സജാദ് ഷായ്ക്കെതിരായ പുതിയ കേസ്. തമിഴ്നാട് സ്വദേശി വൈസലിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച ശേഷം പേഴ്സും മൊബൈലും തട്ടിയെടുക്കുകയും ATM കാർഡ് വഴി ലക്ഷങ്ങൾ പിൻവലിക്കുകയും ചെയ്തിരുന്നു. കേസിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കായംകുളം പോലീസ് സ്റ്റേഷനിലെ ഗുണ്ടാ ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളാണ് പിടിയിലായ സജാദ്. ചേരാവള്ളിയിൽ റെയിൽവേ കരാർ പണിക്ക് വന്ന തമിഴ്നാട് സ്വദേശിയെ തട്ടിക്കൊണ്ടുപോയി പണം കവർന്ന കേസിലാണ് മുഖ്യപ്രതി അറസ്റ്റിലായത്. കീരിക്കാട് തെക്ക് വെളുത്തേടത്ത് പടിയിട്ടതിൽ സജാദ് ഷാ എന്ന 27-കാരനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. സജാദ് ഷാ കായംകുളം പോലീസ് സ്റ്റേഷനിലെ ഗുണ്ടാ ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളാണ്. ചേരാവള്ളിയിലെ വാടക വീട്ടിൽ നിന്നാണ് കരാർ പണിക്ക് വന്ന തമിഴ്നാട് സ്വദേശി വൈസലിനെ തട്ടിക്കൊണ്ടുപോയത്. വൈസലിനെ ദേഹോപദ്രവമേൽപ്പിച്ച് പേഴ്സും മൊബൈലും തട്ടിയെടുത്തു. കൂടാതെ ഇയാളെ ഭീഷണിപ്പെടുത്തി ATM കാർഡിന്റെ പിൻ നമ്പരും വാങ്ങി. തുടർന്ന് ഈ ATM കാർഡ് ഉപയോഗിച്ച് ഇവർ ലക്ഷങ്ങൾ അക്കൗണ്ടിൽ നിന്ന് തട്ടിയെടുത്തിരുന്നു. സംഭവത്തിന് ശേഷം ഒളിവിലായിരുന്ന സജാദ് ഷായെ കഴിഞ്ഞ ദിവസമാണ് അറസ്റ്റ് ചെയ്തത്. കേസിലെ 8 പ്രതികളെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ATM-ൽ നിന്ന് പണമെടുക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ പിടികൂടിയത്. DYSP ബാബുക്കുട്ടൻ, CI അരുൺ ഷാ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടിച്ചത്. ന്യൂസ് 18 കായംകുളം. കാസർഗോഡ് ആനബാഗിലുവിൽ അതിഥി തൊഴിലാളി സുശാന്ത റോയിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് പ്രാഥമിക നിഗമനം. നിർമ്മാണം പുരോഗമിക്കുന്ന കെട്ടിടത്തിന് സമീപം അർദ്ധരാത്രി വലിയ ബഹളം കേട്ടതാണ്. പോലീസ് അന്വേഷിച്ചെത്തിയപ്പോഴാണ് ഒരാളെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വിദഗ്ധ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ വ്യക്തത വരിക. മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന സാഹചര്യത്തിൽ സുശാന്ത റോയിയോടൊപ്പം ജോലി ചെയ്യുന്ന 10ഓളം തൊഴിലാളികളെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യുകയാണ്. തിങ്കളാഴ്ച പുലർച്ചെ 1 മണിയോടെയാണ് ആനബാഗിലുവിൽ നിർമ്മാണം പുരോഗമിക്കുന്ന കെട്ടിടത്തിന് സമീപം
പശ്ചിമബംഗാൾ സ്വദേശി സുശാന്ത് റോയിയെ അബോധാവസ്ഥയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഡോക്ടർമാർ മരണം സ്ഥിരീകരിച്ചു. സംഭവത്തിൽ ടൗൺ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുക്കുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. സുശാന്ത് റോയിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമാണെന്നാണ് പ്രാഥമിക നിഗമനം. ഇതിന്റെ അടിസ്ഥാനത്തിൽ സുശാന്ത് റോയിയോടൊപ്പം ജോലി ചെയ്യുന്ന 10ഓളം തൊഴിലാളികളെ വിശദമായി ചോദ്യം ചെയ്തു വരുന്നു. സംഭവത്തിന് ശേഷം കാസർഗോഡ് നിന്ന് ട്രെയിനിൽ പാലക്കാട്ട് എത്തിയവരടക്കം പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഞായറാഴ്ച അർദ്ധരാത്രി നിർമ്മാണ സ്ഥലത്ത് തൊഴിലാളികൾ തമ്മിൽ വലിയ രീതിയിലുള്ള അടിപിടി നടന്നിരുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇതിന് പിന്നാലെയായിരിക്കാം മരണം സംഭവിച്ചതെന്നാണ് സംശയം. എന്നാൽ കസ്റ്റഡിയിലുള്ളവർ നൽകിയിരിക്കുന്ന മൊഴി ബൈക്കിൽ വന്ന ചിലരാണ് സുശാന്ത് റോയിയെ ആക്രമിച്ചതെന്നാണ്. ഈ മൊഴി പോലീസ് പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല. സംഭവ സ്ഥലത്തെയും പരിസര പ്രദേശങ്ങളിലെയും CCTV ദൃശ്യങ്ങൾ പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണ്. മരിച്ച സുശാന്ത് റോയിയുടെ ശരീരത്തിൽ പുറമേ കാണാവുന്ന പരിക്കുകളൊന്നുമില്ല. മുഖത്ത് പല്ലിന് സമീപത്തായി ഒരു മുറിവുണ്ട്. വിശദമായ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം വ്യക്തമാകൂ എന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് 18 കാസർഗോഡ്. കർണാടക മുൻ DGP ഓം പ്രകാശിനെ കൊലപ്പെടുത്തിയത് എങ്ങനെയാണ്? ഭാര്യ പല്ലവിയുടെ വെളിപ്പെടുത്തൽ ഞെട്ടിപ്പിക്കുന്നതാണ്. ഭർത്താവിനെ മുളകുപൊടി എറിഞ്ഞ് കെട്ടിയിട്ട ശേഷം ആക്രമിച്ച് കൊലപ്പെടുത്തിയെന്നാണ് മൊഴി. കഴുത്തിനും തലയ്ക്ക് പിറകിലും പലവട്ടം കുത്തി. നിലത്ത് വീണ ഓം പ്രകാശ് മരിക്കുന്നതുവരെ നോക്കി നിന്നും പല്ലവിയുടെ മൊഴിയിലുണ്ട്. സ്വത്ത് തർക്കത്തെ തുടർന്നുള്ള പ്രശ്നങ്ങളാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. കൊലപാതക സമയത്ത് ഭാര്യയ്ക്കും മകൾക്കും പുറമെ മറ്റൊരു ബന്ധു കൂടി വീട്ടിൽ ഉണ്ടായിരുന്നതായും വിവരമുണ്ട്. സ്വത്തുക്കളിൽ ഒരു ഭാഗം ഓംപ്രകാശ് ബന്ധുക്കൾക്ക് കൈമാറിയിരുന്നു. ഇതേ തുടർന്ന് കഴിഞ്ഞ ദിവസം വൈകിട്ട് ഇരുവരും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. ഒടുവിൽ മുളകുപൊടി എറിഞ്ഞ് ഓംപ്രകാശിനെ കീഴ്പ്പെടുത്തിയ ശേഷം കെട്ടിയിട്ട് കത്തിയും കുപ്പിയും ഉപയോഗിച്ച് കഴുത്തിനും തലയ്ക്കു പുറകിലും പലവട്ടം കുത്തുകയായിരുന്നു. പരിക്കേറ്റ് നിലത്ത് വീണ ഓംപ്രകാശ് മരിക്കുന്നതുവരെ നോക്കി നിന്നെന്നും ഭാര്യ പല്ലവിയുടെ മൊഴി. ആക്രമിക്കാൻ ഉപയോഗിച്ച കത്തി പോലീസ് കണ്ടെത്തി. സംഭവ സമയം വീട്ടിലെ മുകൾ നിലയിലായിരുന്ന മകൾക്ക് കൊലപാതകത്തിൽ പങ്കില്ലെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. രണ്ടുപേരെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. അതേസമയം കൊലപാതക സമയത്ത് ഭാര്യയ്ക്കും മകൾക്കും പുറമെ മറ്റൊരു ബന്ധു കൂടി വീട്ടിൽ ഉണ്ടായിരുന്നതായും വിവരമുണ്ട്. ഓംപ്രകാശ് എപ്പോഴും തന്നോട് വഴക്കിടാറുണ്ടെന്നും ആക്രമിച്ചപ്പോൾ സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണ് കുത്തിയതെന്നുമാണ് ഭാര്യ ആദ്യം മൊഴി നൽകിയത്. കൃത്യം നടത്തിയ ശേഷം മറ്റൊരു വിരമിച്ച IPS ഉദ്യോഗസ്ഥന്റെ ഭാര്യയെ വിളിച്ചാണ് പല്ലവി കൊലപാതക വിവരം അറിയിച്ചത്. ഓംപ്രകാശിന്റെ മകന്റെ പരാതിയിലാണ് പോലീസ് FIR രജിസ്റ്റർ ചെയ്തത്. വിഷാദരോഗം ബാധിച്ച സഹോദരിയും അമ്മയും എല്ലാ ദിവസവും പിതാവുമായി വഴക്കിടാറുണ്ടെന്നും ഒരാഴ്ചയായി പിതാവിന് വധഭീഷണിയുണ്ടായിരുന്നെന്നും മകൻ വ്യക്തമാക്കി. തന്റെ ജീവന് ഭീഷണിയുണ്ടെന്ന ആശങ്ക അടുത്ത സുഹൃത്തുക്കളോട് ഓംപ്രകാശ് തന്നെ പങ്കുവച്ചിരുന്നു. 1981 ബാച്ച് IPS ഉദ്യോഗസ്ഥനാണ് ഓംപ്രകാശ്. ബീഹാർ ചമ്പാരൻ സ്വദേശിയാണ്. 2015 വിരമിക്കുന്നത്. നാഷണൽ ഡെസ്ക് ന്യൂസ് 18. പാലക്കാട് പട്ടാമ്പി കേന്ദ്രീകരിച്ച് കള്ളന്മാർ വിലസുകയാണ്. ആരാധനാലയങ്ങളിലും വീടുകളിലും മോഷണം തുടർക്കഥയാകുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ പട്ടാമ്പി മരുതൂർ തളി ശിവക്ഷേത്രത്തിലാണ് മോഷണം നടന്നത്. കഴിഞ്ഞ ദിവസം രാത്രി 4 ഭണ്ഡാരങ്ങൾ തകർത്ത് പണം കവർന്നു. സംഭവത്തിൽ കേസെടുത്ത പോലീസ് പ്രതികൾക്കായി അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള മരുതൂർ തളി ശിവക്ഷേത്രത്തിൽ തിങ്കളാഴ്ച രാവിലെ പൂജാരി ക്ഷേത്രം തുറക്കാനെത്തിയപ്പോഴാണ് മോഷണം നടന്ന വിവരം അറിയുന്നത്. ക്ഷേത്രത്തിന് മുൻപിൽ സ്ഥാപിച്ചിരുന്ന 2 ഭണ്ഡാരങ്ങൾ, ഉപദേവതമാരുടെ മുൻപിൽ സ്ഥാപിച്ചിരുന്ന 3 ഭണ്ഡാരങ്ങൾ, റോഡിൽ സ്ഥാപിച്ച 1 ഭണ്ഡാരം എന്നിവയുടെ പൂട്ട് തകർത്താണ് മോഷ്ടാവ് പണം അപഹരിച്ചത്. പൂട്ട് പൊളിക്കാൻ ഉപയോഗിച്ച ആയുധങ്ങൾ ഭണ്ഡാരത്തിന് മുന്നിൽ തന്നെ കിടപ്പുണ്ടായിരുന്നു. പൂജാരി വിവരമറിയിച്ചതോടെയാണ് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ സ്ഥലത്തെത്തിയത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ പട്ടാമ്പി പോലീസ് എത്തി പരിശോധന നടത്തി. ഏകദേശം 5000-ഓളം രൂപ നഷ്ടപ്പെട്ടതായി ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു.
ന്യൂസ് 18 പട്ടാമ്പി. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. എറണാകുളം ചെങ്ങമനാട് പോലീസിനെ ആക്രമിച്ച കേസിൽ യുവാവ് അറസ്റ്റിൽ. അറസ്റ്റിലായത് കുന്നുകര സ്വദേശി ജിൻസൺ. കഞ്ചാവും MDMAയുമായി യുവാവ് അടിമാലി പോലീസിന്റെ പിടിയിലായി. എറണാകുളം കിഴക്കമ്പലം സ്വദേശി ബിജു ആണ് പിടിയിലായത്. പാലക്കാട് ആനക്കരയിൽ വിദ്യാർത്ഥിയെ പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയാൽ അറസ്റ്റിൽ. ചേകനൂർ സ്വദേശി 42-കാരൻ ഹസനെയാണ് തൃത്താല പോലീസ് അറസ്റ്റ് ചെയ്തത്. വ്യാജ ലഹരി കേസിൽ 72 ദിവസം ജയിലിൽ കിടന്ന ഷീല സണ്ണിയുടെ കഥ പലരും ഓർക്കുന്നുണ്ടാകുമല്ലേ? ഇങ്ങനെ പോലീസിന്റെയും എക്സൈസിന്റെയും വീഴ്ചകളിൽ നിരപരാധികളായ നിരവധി പേരാണ് ചെയ്യാത്ത തെറ്റിന് അഴിക്കുള്ളിലായത്. 2024 ഓഗസ്റ്റ് 23-ന് താമരശ്ശേരി പോലീസ് MDMA കേസിൽ ഒരു യുവതിയെയും യുവാവിനെയും അറസ്റ്റ് ചെയ്തിരുന്നു. തച്ചമ്പോയിൽ സ്വദേശിനി പുഷ്പ എന്ന റെജിനയെ പുതുപ്പാടിയിലെ വാടക വീട്ടിൽ നിന്നാണ് താമരശ്ശേരി പോലീസ് പിടികൂടിയത്. പിന്നാലെ പൊരപ്പൻപോയിൽ സ്വദേശി സനീഷ് കുമാറിനെയും കേസിൽ പ്രതി ചേർത്ത് അറസ്റ്റ് ചെയ്തു. പിന്നീട് ഇവർ റിമാൻഡിലുമായി. എന്നാൽ 8 മാസത്തിന് ശേഷം രാസപരിശോധനാ ഫലം വന്നപ്പോൾ പിടിച്ചെടുത്തത് MDMA അല്ലെന്ന് തെളിഞ്ഞു. അതോടെ 2 പേർക്കും കോടതി ജാമ്യവും അനുവദിച്ചു. കേസിൽ വീഴ്ച വരുത്തിയ താമരശ്ശേരി SHOയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനാണ് പ്രതിഭാഗത്തിന്റെ നീക്കം. ഇവിടെ റെജിനെയും സനീഷിനെയും കള്ളക്കേസിൽ കുടുക്കിയതാണോ, അതോ പോലീസിന്റെ അന്വേഷണത്തിൽ വീഴ്ച സംഭവിച്ചതാണോ? അവർ നിരപരാധികളാണെങ്കിൽ വീഴ്ച വരുത്തിയ പോലീസുകാർക്കെതിരെ കടുത്ത നടപടി തന്നെ സ്വീകരിക്കണം. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.